ആക്ച്വലി ഇതിന്റെ ലക്ഷറി എന്ന് പറയുന്നത് ഈ ഒരു ആംബിയൻസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. മാരാരി ബീച്ച് റിസോർട്ടിൽ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റേക്കേഷൻ ആണ് കേട്ടോ. ഏകയുടെ ഒപ്പം ഉള്ളത്. ഞങ്ങളും ഓൾമോസ്റ്റ് എത്രയാ ഒരു 3 years ഒക്കെ ആയിട്ടുണ്ടാവും സ്റ്റേ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഇത് കേരളത്തിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ടാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതാണ് റിസോർട്ടിൻ്റെ റിസപ്ഷൻ വന്നിട്ട്. നമുക്ക് ചെക്ക് ഇൻ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഫോമൊക്കെ ഫില്ല് ചെയ്യണം. പിന്നെ എല്ലാവരുടെയും പോണവരുടെയൊക്കെ ID കാർഡ്, ഏതെങ്കിലും ഒരെണ്ണം ID കാർഡ് മസ്റ്റാണ്. അതുപോലെ തന്നെ വാക്സിനേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും ജസ്റ്റ് ഫോണിൽ കാണിച്ചാൽ മതി. ഇത് കുക്കീസാണ് കേട്ടോ. ഒരു വെൽക്കം സ്വീറ്റ് പോലെ കുക്കീസ് അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ലഗേജസ്, വരുന്നവരുടെയൊക്കെ ലഗേജസ് നല്ലോണം പുറത്തുനിന്ന് തന്നെ സാനിറ്റൈസ് ആക്കിയിട്ട് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോകുള്ളൂ. റിസോർട്ടിൻ്റെ ലേ ഔട്ട് പ്ലാനാണ് ഈ കാണുന്നത്. ഭയങ്കര വാസ്റ്റായിട്ട് കിടക്കുന്ന ഏരിയ ആണ് കേട്ടോ. കുറേ വില്ലാസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഷോപ്പ്, പിന്നെ ആയുർവേദ, പിന്നെ ആക്ടിവിറ്റീസിനുള്ള കുറേ കാര്യങ്ങളുമെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇതാ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് സ്റ്റാഫ് നമ്മളെ അക്കമ്പനി ചെയ്യണത്. ആക്ച്വലി മാസ്ക് വെച്ചിട്ട് നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അത്ര ഓഡിബിൾ അല്ല. അതാണ് അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് നമ്മളിങ്ങനെ നല്ലതായിട്ട് ഇവരുടെ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ പോണ്ട്സ് ഒക്കെ ഉണ്ട് അവിടെ ഇവിടെയുമായിട്ട്. അതും പല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫിഷ് ഫീഡിങ് ഉണ്ട്, പിന്നെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്, പിന്നെ നമുക്ക് ബാഡ്മിൻ്റൺ, ടെന്നീസ്, അങ്ങനത്തെ വേറെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ഓരോരോ വില്ലാസായിട്ടാണ്. ഡിഫറെൻറ്റ് വില്ലാസൊക്കെ ഉണ്ട്. ഗാർഡൻ വില്ല എന്ന് പറഞ്ഞിട്ട്, പിന്നെ പൂൾ വില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം വന്നിട്ട്, നമ്മുടെ വില്ല. ഇത് സാധാരണ ഒരു ഗാർഡൻ വില്ലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടത്തെ കീ. കണ്ടോ? കീ അടിപൊളിയിലെ കയ്യില് ബാൻഡ് ആയിട്ട് ഇട്ടാ മതി. അയ്യോ, ഏകടയിലിട്ട പോയാ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഫ്രഷായി സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് 4 മണിയൊക്കെ ആയി. വിശന്നൊക്കെ തുടങ്ങി. അപ്പോൾ ടീ കാർട്ട് ഉണ്ട്, വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടതാണ് ഈ സ്നാക്സ് എല്ലാം. അപ്പം എന്നാൽ പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബീച്ചിലേക്കൊക്കെ പോകാമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ചേച്ചി നല്ല അടിപൊളിയായിട്ട് ചായ ആറ്റണം. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഒന്ന് നമുക്ക് ആറ്റണത് കാണിച്ചു തരുമെന്ന് വെച്ചപ്പോൾ ചേച്ചി ഭയങ്കര റെഡി ആയിരുന്നു. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ. ഇപ്പോൾ ഏകോടെ എടുത്ത ആൾക്കാണെങ്കിലും ഡിസ്റ്റൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും വിശേഷമൊക്കെ ചോദിക്കലും ഒക്കെ. മതി മതി, താങ്ക് യു. റെഡി, 1 2 3 ഗോ. വിട്ടു വിട്ടു വിട്ടു. കേക്കൊക്കെ കഴിച്ച സന്തോഷത്തിൽ ഏക ഫുൾ ഫോമിലായി. അവിടെ അപ്പോൾ ഇതാ കുറച്ച് ഫാമിലീസൊക്കെ എല്ലാവരും ഇതുപോലെ പുറത്തൊക്കെ ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ അമ്പെയ്ത്ത് കാര്യമായിട്ട് നടക്കണേ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മുകേഷ് ട്രൈ ചെയ്തു. മുകേഷിനെല്ലാം ആ ബ്ലാക്ക് ബോർഡിൽ കൊണ്ടു. ശരിക്കും ആക്ച്വലി വൈറ്റിൽ എവിടെയെങ്കിലും അങ്ങനെയല്ല, വൈറ്റിൽ കൊള്ളണ അനുസരിച്ചിട്ടാണ്. എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ചെയ്യാൻ പറ്റുമെന്ന്. മുകേഷിന് ഞാൻ ഒട്ടും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ആൾ വീഡിയോയും കൂടി എടുത്തില്ല. പക്ഷെ ഞാനൊരു ഫിഫ്ത്ത് 6th കാര്യത്തിൽ ഞാൻ ഒരു വൈറ്റ് ബോർഡിൽ ഞാൻ കൊള്ളിച്ചുള്ളൂ. ഞാൻ മാത്രമേ കൊള്ളിച്ചുള്ളൂ, പക്ഷെ അതിൻ്റെ വീഡിയോ ഇല്ല.
യെസ്, ഇതാണ് മാരാരിക്കുളം ബീച്ച്, ആലപ്പുഴയിലുള്ളത്. ഇത് നമ്മുടെ ആ CGHൻ്റെ ആ ഒരു സൈഡിലുള്ള ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സൺസെറ്റ് ഒന്നുമില്ല, സണ്ണൊക്കെ കാണാനില്ല. അപ്പൊ ഇത് ആക്ച്വലി അങ്ങനെ പ്രൈവറ്റ് ബീച്ച് പോലെയൊന്നുമില്ല, എന്നാലും ലൈഫ് ഗാർഡ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് സേഫ് ആയിട്ട് ഇവിടെ ഇറങ്ങാം. പിന്നെ ആരുമില്ല, മാത്രമേ ഉള്ളൂ. വീക്ക് ഡേയിലാണ് വന്നത്, അതുകൊണ്ട് ഒട്ടും ആക്കാറില്ല. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മണ്ണ് ഫുൾ വാരിയെറിയിൽ തലയിലും മേത്തൊക്കെ ആക്കി ആകെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ക്ഷീണിച്ചു. പിന്നെ സന്ധ്യയായി തുടങ്ങി, എല്ലാവരും പോയി തുടങ്ങി. അപ്പം ഞങ്ങളും റൂമിലേക്ക് പോയി, പിന്നെ ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നർ കഴിക്കാനുള്ള പോവാൻ റെഡി ആവണം. ഞങ്ങൾ എന്താ ബീച്ചിലേക്ക് പോയി വന്നു. ഇപ്പൊ ദാ എല്ലാവരും ഫ്രഷ് ഒക്കെ ആയിട്ടോ, കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി. അപ്പൊ വിശക്കണു. ഓൾറെഡി ചായയും സ്നാക്സ് ഒക്കെ കഴിച്ചാണ്, എന്നാലും പിന്നെ വിശക്കണു. അപ്പൊ എന്തായാലും ഇതാ ഇവിടെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് കോഫി ഒക്കെ ഉണ്ടാക്കി കുടിക്കാം. എടുക്ക് പില്ലോ എടുക്ക്, പില്ലോ എടുക്ക്. ഇതേ കുഞ്ഞു പില്ലോ എടുക്ക്, കുഞ്ഞു പില്ലോ. ഇടിച്ചോ ഇടിച്ചോ, അച്ഛനെ ഇടിച്ചോ ഇടിച്ചോ. ഓ ഓട്ടിച്ചു. എന്താ ചെയ്യണേ? ഫോൺ വിളിച്ചോണ്ടിരിക്കുക, അതൊക്കെ കീറിക്കളഞ്ഞോ? ഇവിടെ പെണ്ണെടുത്തത് എഴുതലായി. ഫോണിൽ ആരെയാ വിളിച്ചേ? അങ്കിളോ? ശരിക്കും എടുക്കുവോ ആരെങ്കിലും? ആ, നമ്പറൊന്നും ഞെക്കരുത് കേട്ടോ. ശരി ശരി. ബ്ലാക്ക് ടീ ഈസ് റെഡി. നമുക്കിനി ചായ കുടിക്കാം. അയ്യോ, ഒരാൾ ഓടി വരുന്നുണ്ട് അമ്മേ. പുറത്തപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചായയൊക്കെ കൊണ്ട് പുറത്തിരുന്ന് കുറച്ച് നേരം കാഴ്ചയൊക്കെ കാണാൻ വിചാരിച്ചു. ഇത് നമ്മൾ തൃപ്പൂണിത്തിലാണോ കിടക്കണേ? അല്ല, എവിടെയാ കിടക്കണേ? നമുക്ക് തൃപ്പൂണിത്തിലേക്ക് പോവാം. വേണ്ടേ? കറുകുറ്റി പോയാലോ? അതെന്തേ? ഡിന്നർ ടൈമായി. ഞങ്ങളിപ്പോൾ ഇതാ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ആണ് കേട്ടോ, അങ്ങനെ ക്ലോസ്ഡ് AC ഒരു ഹാളല്ല. പിന്നെ ഇവിടെ നമുക്ക് ലൈവായിട്ടുള്ള മ്യൂസിക് സെഷനും എല്ലാം അവൈലബിളാണ്. ഇവിടെ അതുപോലെ ഫുഡ് റൂം സർവീസ് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ഇങ്ങനെ കൊണ്ട് നടക്കേണ്ട ആ ഒരു ഇതുള്ളതുകൊണ്ട് എല്ലാം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വന്ന് തന്നെ കഴിക്കണം. എന്താ തൊഴണേ? അമ്പലോ? എവിടെ? ആ വിളക്കുകൊളുത്ത് വെച്ചേക്കണോട് തൊഴുക അമ്പാട്ടീനെ. കൊള്ളാം. എങ്ങനെയാ തൊഴുതേ? ഡിന്നർ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ആക്ച്വലി ഏകയ്ക്ക് വെറുതെ ചോറും പിന്നെ പനീർ ഇഷ്ടമാണ്. പനീർ സ്പൈസ് കുറച്ചിട്ടുള്ളത് അവർ തന്നു. അപ്പോൾ എനിക്കത് അധികം കഴിക്കാൻ പറ്റില്ല, സ്പൈസൊക്കെ ഭയങ്കര കുറവായതുകൊണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ വേറെ ഒരു കഫേ ഉണ്ട്, അവിടെയും കൂടിയും പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഏകയ്ക്ക് ഉറക്കം വരുന്നുണ്ട്, എന്നാലും ഇന്ന് കുഴപ്പമില്ല. ഇന്ന് പിന്നെ പതുക്കെ ഉറങ്ങിയാൽ മതി. രാത്രിയായി, സാരില്ല. ആ, എന്ത് രസം. സമയം പോണത് അറിയില്ല. ശോ, ഇപ്പൊ രാവിലെ ബീച്ച് ഷാക്ക് മെനു. ഇതാണ് കഫേ. വന്നിട്ട് അവിടെ ഒരു പ്രത്യേക വൈബ് പോലെ തോന്നി. വേറെ ആരും ഉണ്ടായില്ല, ജസ്റ്റ് ഒരു കപ്പിൾ മാത്രമേ ഉണ്ടായുള്ളൂ. താഴെ മണലാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചവിട്ടി നടക്കാൻ, പിന്നെ പാട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ആ ഒരു വൈബിലൊക്കെ ഇരിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതാള് നമുക്ക് പിzzയ്ക്കുള്ള ഐറ്റംസ് ആണ്. ബേബി വാട്സ്ആപ്പ് ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ വേണം, ഇന്ന് പൊളിക്കണ്ടേ. ഇനി ബീച്ചിൽ പോണ്ടോ? ഇല്ല, ഇനി നാളെ, ടുമോറോ മോർണിംഗ്. ഇത് അടിപൊളി സെറ്റപ്പ് കേട്ടോ, കാഫേ എനിക്ക് ഇഷ്ടമായി.
അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ വേഗം റൂമിലേക്കൊക്കെ പോയി. മഴ പെയ്ത് തുടങ്ങിയിരുന്നു. പിന്നെ ഒരൊറ്റ ഉറക്കമായിരുന്നു. മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഓ എന്താ ഇവിടെ കാലത്ത് നോക്കിയേ, 5 മണിയായിട്ടുള്ളൂ. ഇതാണ് വെൻ യു സ്റ്റേ വിത്ത് എ ടോഡ്ലർ. വീട്ടിലല്ലെങ്കിൽ 7-8 മണി വരെ ഉറങ്ങണ ആളാണ് കേട്ടോ. അതെ, അച്ഛ അവിടെ സുഖമായിട്ട് ഉറങ്ങും. ഇതാ ഇവിടെ ഒരാള് ഉറക്കൊന്നും ഇല്ലാണ്ട് നടക്കുകയാണ് ഇങ്ങനെ, അല്ലേ? എനിക്ക് ബിസ്ക്കറ്റ് ഒക്കെ തന്നാൽ മതി, അതുകൊണ്ട് വാവാവ് ഉറങ്ങിക്കോളാന്നൊക്കെ പറഞ്ഞതാ. അത് ബിസ്ക്കറ്റ് ഇന്നലെ ബാഗിൽ എടുത്തു വയ്ക്കണ കണ്ടപ്പോഴത്തേക്കും ആളുടെ ക്ഷമ പോയതാ. എന്താ നല്ല റിലാക്സ്ഡ് ചിൽ മൂഡാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഇല്ല, ടെൻഷൻ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു സുഖമായിട്ടൊരു റിലാക്സിങ് ഡേ. ഓണാണ്. ക്യാമറാമാൻ एकलव्य अपर्णा मेनन. വെളുപ്പിനെ ആയിട്ടുള്ളൂ, പുറത്തൊന്നും അങ്ങനെ വിളിച്ചൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഓർക്കാനുള്ള പരിപാടികളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എങ്ങനെയെങ്കിലും ഒരു 2 മണിക്കൂറും കൂടി ഉറക്കണം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. കുത്തി പറഞ്ഞ് ലാസ്റ്റ് കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. പുറത്തൊക്കെ അപ്പോഴത്തേക്കും വെളിച്ചം വന്ന് തുടങ്ങി. 7 മണിയൊക്കെ ആയി. മഴ പെയ്യുണ്ട് എന്ന് വെച്ചാൽ കാര്യമായിട്ടല്ല, എന്നാലും ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ചും കൂടി നേരം കിടന്നിട്ട് പിന്നെ നമുക്കിനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. അത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് പാക്കേജിലുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ആൾക്കാരൊക്കെ കുറേശ്ശെ പേര് വന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ബുഫേ പോലെയാണ്, നമ്മൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇംഗ്ലീഷും പിന്നെ സൗത്ത് ഇന്ത്യനുമാണ് അവൈലബിൾ. കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഇതുപോലെ ഈ ദോശ, ഗീ റോസ്റ്റ്, മസാല ദോശയൊക്കെ നമ്മൾ പറയുമ്പോൾ അപ്പം ഉണ്ടാക്കി തരും. പിന്നെ സ്മൂത്തീസും പലതരം ഫ്രൂട്ട് ജ്യൂസസുകളുണ്ട്. പിന്നെ യോഗേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫുഡിലേക്ക് ഞാൻ കുറച്ച് പുറകോട്ടായതുകൊണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റീസൊന്നും അങ്ങനെ കഴിക്കലും അങ്ങനെയൊന്നുമില്ല. പിന്നെ വേറെ സൈഡിൽ ഈ ചോക്കോസ്, കോൺഫ്ലേക്സ് അങ്ങനെയൊക്കെ പാലുമൊക്കെ ചൂടുള്ളതും എല്ലാം കിട്ടും. പിന്നെ അതുപോലെ സോസേജസും വേറെ എന്തൊക്കെയോ ഇങ്ങനെ ഇഡ്ഡലി പോലെയൊക്കെ ഉള്ളത് അങ്ങനെ ഉണ്ടായിരുന്നു. അതെല്ലാം ചൂടോടുകൂടി ഇരിക്കണത്. പിന്നെ പുട്ടുമുണ്ട്. ഏകയ്ക്ക് ഞാൻ ഗീ റോസ്റ്റാണ് എടുത്തത്. പിന്നെ പാൽ അവരോട് ചോദിച്ചപ്പോൾ കൊണ്ട് തന്നിരുന്നു കുഞ്ഞൊരു സ്റ്റീൽ ഗ്ലാസ്സിലും. അതപ്പോൾ തന്നെ കുടിച്ചോളും. ചമ്മന്തിക്ക് അങ്ങനെ ഒന്നുമില്ല, കുറേശ്ശൊക്കെ കൂട്ടി ആൾ കഴിച്ചോളും. പിന്നെ നമ്മൾക്ക് ഇവിടെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടേബിളാണ് ഞങ്ങൾ ഇന്നലെ ഇരുന്നത്. അപ്പോൾ നമുക്ക് ആ സെയിം തന്നെയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കും അത് അലോട്ട് ചെയ്യില്ല. നമുക്ക് തന്നെ സാനിറ്റൈസ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സേഫായിട്ടിരിക്കാം. റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് സ്വിമ്മിംഗ് പൂൾ വന്നിട്ട്. അപ്പോൾ ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു. റൂമിലേക്ക് പോയി ചെക്കൗട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണു. പിന്നെ നോക്കിയപ്പോൾ അത്ര ഭംഗിയിൽ കിടക്കണം പൂൾ, ആരുമില്ല. എന്നാൽ ജസ്റ്റ് വേഗം ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് കോസ്റ്റ്യൂമൊക്കെ വേണം, സ്വിമ്മിങ് കോസ്റ്റ്യൂം വേണം. കോട്ടൺ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മുകേഷ് മാത്രമേ വേണം. ഞങ്ങളൊക്കെ കോട്ടൺ. ഞങ്ങളിപ്പോൾ പോവാറായിട്ടോ, ചെക്കൗട്ട് ചെയ്യാറായി. 11 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി പോയി കാണാൻ വിചാരിച്ചു. ഇത് കണ്ടോ, ഇതാണ് ആക്ച്വലി
ഇത് എത്ര ഏക്കർ? 36. 36 ഏക്കർ. ഇതാണ് ആക്ച്വലി ഇതിന്റെ ലക്ഷറി എന്ന് പറയുന്നത്. ഈ ഒരു ആംബിയൻസ് നമുക്ക് എവിടെ വേണമെങ്കിലും മാസ്ക് ഇല്ലാണ്ട് നടക്കാം. പിന്നെ വീക്ക് ഡേ ആയതുകൊണ്ട് തിരക്കില്ല കേട്ടോ, ഒട്ടുമില്ല. ഗാർഡൻ ഉണ്ട്, പക്ഷെ ബട്ടർഫ്ലൈ ഒരു 4-5 ബട്ടർഫ്ലൈ ആയിട്ട് കാണാൻ പറ്റിയുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ ഇതിനെ കെയർ ടേക്കർ പോലെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്ന് തുടങ്ങണേ ഉള്ളൂ, ഒരു 11-12 മണിയൊക്കെ ആകും എന്ന് പറഞ്ഞു. ഇതാ കണ്ടോ, ഇതുപോലെ ഹട്ടുകൾ കണ്ടോ. ഇതാണ് ഇവിടുത്തെ വില്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. എത്ര ടോട്ടൽ 62 ഹട്ടുകളുണ്ട്. ഇത് ഇവിടുത്തെ ആ ഒരു ഇതിനെന്താ പറയുക, പണ്ടത്തെ ആ ഒരു കൾച്ചറിനെ ആ ഒരു ഹട്ടിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഓലമടൽ മേഞ്ഞിട്ട് ഇങ്ങനെ വച്ചിരിക്കുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ രാത്രിയൊക്കെ. പിന്നെ ഇത് ഇവർ പറഞ്ഞത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി ഓല ഇങ്ങനെ മെടഞ്ഞ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് കേട്ടോ. റൂം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലക്ഷൂറിയസ് റൂം. നമ്മുടെ ഗാർഡൻ വില്ല, അതുപോലെ നമുക്ക് പ്രൈവറ്റ് പൂളുള്ള വില്ലയും ഉണ്ട്. പക്ഷെ ആക്ച്വലി ഇതാ ഈ ഒരു സറൗണ്ടിങ്ങും ആംബിയൻസും ആണ് ഇവിടുത്തെ ബെസ്റ്റ്. നമുക്ക് ഒരു പ്രശ്നമില്ല, ഒരു ശല്യം ഇല്ലാണ്ട് നടക്കാം, മാസ്കും ഇല്ലാണ്ട്. ഒരു ഡേ പോയതേ അറിഞ്ഞില്ല. ദ ബെസ്റ്റ് സ്റ്റേക്കേഷൻ കേട്ടോ. ഭയങ്കര ഞങ്ങൾ 2 പേർക്കും ജോലിയുടെ ആ ഒരു ഇതൊക്കെ ഒഴിഞ്ഞ് ഏകയുടെ ഒപ്പം ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നേച്ചറിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേക്കേഷൻ തന്നെയായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ ആക്ച്വലി ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. ഇങ്ങനെ ഈ ഒരു ടൈമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കുറച്ചൊക്കെ ഉറങ്ങിട്ടൊക്കെ ഏകയായിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ളത്. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സിലൊക്കെ ഇവർ ഭയങ്കര ബെസ്റ്റായിട്ടാണ് എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രീ ആയിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും അവിടുത്തെ നമ്മുടെ ബോട്ടിലുകളും എല്ലാം ഗ്ലാസിൻ്റെ ആണ്. ഷാംപൂ, മോയ്സ്ചറൈസറിൻ്റെ എല്ലാം. പിന്നെ ബില്ലുകളും ഒക്കെ തരുന്നത് നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലാത്ത കാര്യത്തിലായിരുന്നു. എവിടെ മാസ്ക് നോക്കട്ടെ. അമ്മയോ, ഇതാരാ മാസ്ക് മേടിക്കണേ? മിക്കി ഫയോ, മിക്കി മൗസ്. ന്യൂ മാസ്കാ? സൂപ്പറാ? ഹാപ്പി ആയോ? ഇഷ്ടായോ? എന്തൊക്കെ ചെയ്തു നമ്മൾ? ബീച്ചിൽ പോയി, പൂളിലിറങ്ങി, ബട്ടർഫ്ലൈയിൽ പോയി, പിന്നെ എന്താ കാഫേ പോയി. സൂപ്പർ ആയിരുന്നോ? ഹാപ്പി? നോക്ക്, അമ്മയെ നോക്കി പറയൂ ഹാപ്പി. ഇനി എവിടെയാ? നമുക്ക് തൃപ്പൂണിത്തുറയ്ക്ക് പോവാം. പിന്നെ എവിടേക്കാ പോവാ? തൃപ്പൂണിത്തുറയ്ക്കാ പോണേ. ഇതാണ് കേട്ടോ കാർ പാർക്കിംഗ് ഏരിയ. എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. എപ്പോഴും വന്നതാ ക്ലീൻ ആക്കും അവിടെയൊക്കെ. ജസ്റ്റ് പിന്നെ ഒന്നിട്ട് ബീച്ചിൽ വന്നാണോ. എന്തായാലും 11 മണിക്ക് ചെക്ക് ഔട്ട് ആയി. തൊട്ടടുത്ത് തന്നെ ഇത് പബ്ലിക് ഏരിയയിൽ നമുക്ക് തുറന്നുള്ള മാരാരിക്കുളം ബീച്ച്. കണ്ട ആരുമില്ല, നമുക്ക് സുഖമായിട്ട് വരാം. അത് ശരിക്കും മിസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു സമയം പോലെ. പോവാൻ തോന്നിട്ട് ബീച്ച്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സ്റ്റേക്കേഷനാണ്. ഏക ഭയങ്കര ഹാപ്പിയായി, മുകേഷും. അപ്പൊ ഇനി വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാതെ എല്ലാവർക്കും ബൈ. ഞങ്ങളുടെ ഈ കുഞ്ഞ് സ്റ്റേക്കേഷൻ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വില്ല വന്നിട്ട് ഗാർഡൻ വില്ലയാണ്. അതിൻ്റെ ടോട്ടൽ റേറ്റ് ഇൻക്ലൂഡിങ് ടാക്സും പിന്നെ ഫുഡും എല്ലാം കൂടി വന്നിട്ട് അറൗണ്ട് 10K ആണ് ആയിട്ടുണ്ടായിരുന്നത്. ഗാർഡൻ വില്ല അല്ലാണ്ട് പ്രൈവറ്റ് പൂൾ വില്ലയൊക്കെ അവൈലബിൾ ആണ്. ഫുൾ ടാരിഫ് നമുക്ക് അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് ഫസ്റ്റ് ടൈം ആയിട്ടാണ് വരുന്നെങ്കിൽ, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ, ഇതുപോലത്തെ ഇനി വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ പറയേക്ക. ബൈ, സീ യു.